ദൈവത്തിൻ്റെ ആലയമായി ജീവിക്കുക. ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മെ ഉറപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം യേശുവിനെ കുറിച്ചായിരിക്കണം. ദൈവം അതിൽ വസിക്കുന്നതിനാൽ ആലയം വിശുദ്ധമാണ്. അതിനർത്ഥം നമ്മുടെ ശരീരങ്ങളും ഹൃദയങ്ങളും പവിത്രമാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. വചനം പറയുന്നു, നമുക്കും ദൈവത്തിനും ഇടയിലുള്ള തിരശ്ശീല തുറക്കപ്പെടേണ്ടതിന് യേശുവിൻ്റെ ശരീരം കയറി. അതുകൊണ്ടാണ് നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ വരാൻ കഴിയുക. ഈ യാഗം ദൈവത്തിന് നാം എത്ര വിലപ്പെട്ടവരാണെന്ന് കാണിക്കുന്നു. ഇതിനെക്കുറിച്ച് അവബോധം നമ്മെ ആഴത്തിൽ പ്രേരിപ്പിക്കണം. യേശു നമ്മുടെ പാപങ്ങൾക്ക് വില നൽകിയെന്ന് അറിഞ്ഞുകൊണ്ട് നാം ഭക്തിയോടെ വരണം. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? എൻ്റെ ഉപദേശം ഇതാണ്: വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുക. എല്ലാ ദിവസവും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിലേക്ക് വരിക. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.